ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പ്രതിഭ ക്വിസ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISROയുടെ ആദ്യ ചെയർമാൻ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? ഉത്തരം സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക. ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ ഏതാണ്? ഉത്തരം 1 ആണ് ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം VV അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തരം പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ D ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത്. വിറ്റാമിൻ D ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കൽപ്പന ചൗളയുടെ ജീവൻ നഷ്ടപ്പെട്ട ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം കൊളംബിയ എന്ന വാഹനമാണ് കൽപ്പന ചൗളയുടെ ജീവൻ നഷ്ടപ്പെട്ട ബഹിരാകാശ വാഹനം. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയുടെ പേരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ശ്രീനാരായണ ഗുരുവായിരുന്നു SNDPയുടെ ആദ്യ പ്രസിഡന്റ്. വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1498 വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ എത്തിയത്. ഗാന്ധിജി സ്ഥാപിച്ച ഹരിജനാശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സബർമതിയിലാണ് ഗാന്ധിജി സ്ഥാപിച്ച ഹരിജനാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഉരുൾപൊട്ടൽ നടന്ന വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തരം കൽപ്പറ്റയാണ് ഉരുൾപൊട്ടൽ നടന്ന വയനാട് ജില്ലയുടെ ആസ്ഥാനം. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഉത്തരം കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിലെ ഏത് ജില്ലയാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന് പാടിയ കവി ആരാണ്? ഉത്തരം കുമാരനാശാനാണ് സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന് പാടിയ കവി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.